മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. തമിഴ് സംവിധായകൻ ഗൗതം വാസുദേവ് മേനോനാണ് ചിത്രത്തിന്റെ സംവിധായകൻ. കൊച്ചിയിൽ നടന്ന ചടങ്ങിന്റെ ഫോട്ടോസ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. സ്റ്റൈലിഷ് ലുക്കിലാണ് മമ്മൂട്ടി ഫോട്ടോയിലുള്ളത്. വളരെ ചുരുക്കം സമയം കൊണ്ട് മികച്ച സിനിമകൾ മാത്രം നൽകിയ മലയാളത്തിലെ പ്രൊഡക്ഷൻ കമ്പനിയാണ് മമ്മൂട്ടി കമ്പനി. നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക്, കണ്ണൂർ സ്ക്വാഡ്, ടർബോ എന്നിങ്ങനെ വിവിധ ജേണറുകളിലായി ക്വാളിറ്റി സിനിമകളാണ് മമ്മൂട്ടി കമ്പനി പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ളത്. നിരൂപക പ്രശംസ നേടിയതിനൊപ്പം ബോക്സ് ഓഫീസിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ മമ്മൂട്ടി കമ്പനിയുടെ സിനിമകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഗോകുൽ സുരേഷ്, ലന, വിജി വെങ്കടേഷ് എന്നിവരും ചിത്രത്തിലുണ്ട്. ചിത്രത്തിന്റെ പേരോ മറ്റു വിവരങ്ങളോ പുറത്തുവിട്ടിട്ടില്ല. തെന്നിന്ത്യൻ താരം സാമന്തയോ നയൻതാരയോ ചിത്രത്തിലെ നായികയാവുമെന്നാണ് റിപ്പോർട്ടുകൾ. ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന മലയാള സിനിമ എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാലിനെ നായകനാക്കി മലയാളത്തിൽ സിനിമ ചെയ്യാൻ ഗൗതം മേനോൻ ആഗ്രഹിച്ചു. സൈക്കോ കില്ലിംഗ് മുഖ്യപ്രമേയമായി വരുന്ന സിനിമ അന്ന് മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുമോ എന്ന പേടി കാരണം പ്രോജക്റ്റ് ഉപേക്ഷിച്ചു. പിന്നീട് അതേ കഥ കമലഹാസനെ നായകനാക്കി തമിഴിൽ വേട്ടയാട് വിളയാട് എന്ന പേരിൽ എടുക്കുകയും വൻ വിജയമാവുകയും ചെയ്തു. വർഷങ്ങൾക്കിപ്പുറം മലയാളത്തിലെ മറ്റൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഗൗതം മേനോൻ. സിനിമയുടെ ചിത്രീകരണം കൊച്ചിയിലാണ് ആരംഭിച്ചിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ പേര് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ടർബോ റിലീസായതിനു ശേഷം കുടുംബസമേതം ലണ്ടനിൽ അവധിക്കാലം ആഘോഷിക്കുകയായിരുന്നു മമ്മൂട്ടി. ഒരു മാസത്തിലേറെയായി സിനിമാ തിരക്കുകളിൽ നിന്ന് വിട്ടുനിന്ന താരം കേരളത്തിൽ തിരിച്ചെത്തിയ ശേഷം ആദ്യം ജോയിൻ ചെയ്യുന്ന ചിത്രമാണ് ഇത്. അതേസമയം മമ്മൂട്ടി നായകനാവുന്ന ബസൂക്കയിൽ ഗൗതം മേനോൻ ഒരു ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ റിലീസ് ചെയ്യാൻ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമേതെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.